രാജ്യതലസ്ഥാനത്ത് യുവാവ് കുത്തേറ്റു മരിച്ചു. കൊലപാതകം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ കുത്തിയത് പ്രശ്നപരിഹാരത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷം. ഡൽഹിയിലെ കല്യാൺപുരിയിലാണ് 22-കാരനായ കല്യാൺപുരി സ്വദേശിയായുള്ള ഗഞ്ചു എന്ന വിളിപ്പേരുള്ള ജയ്സിംഗ്, ആ യുവാവാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 12:45 11-15 ബ്ലോക്കുകൾക്കിടയിലുള്ള ആ റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവത്തിൽ 2 ബന്ധുക്കൾക്കും പരിക്കേറ്റു. ഈ സ്ഥലത്തെത്തിയ വളരെ പെട്ടെന്ന് തന്നെ ഈ ജയ്സിംഗിനെ അവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പരിക്കേറ്റ ഈ ജയ്സിംഗിന്റെ 2 ബന്ധുക്കളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചികിത്സയിലാണ്. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഈ സിംഗിനെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അയാൾക്കൊരു ഭാര്യയും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമാണുള്ളത്. ഒരു ചടങ്ങിനിടെ ഉണ്ടായ ഒരു തർക്കം, അതാണ് ഇതിൻ്റെ കാരണം. ഒരു സംഘം ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ ഒരുപാട് പേർ ആ ചടങ്ങിനെത്തിയിരുന്നു. ആ കുടുംബവും ഈ സംഘവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അത് പിന്നീട് ഉന്തും തള്ളുമായി. ഇതിനിടയിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ മുഖത്ത് ആരോ അടിച്ചു. അങ്ങനെ സംഘർഷം വഷളായി. ഈ തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി എന്താണെങ്കിലും വലിയ ജാഗ്രതയുണ്ട്. ആ കനത്ത ജാഗ്രതയിലാണ് ഈ ജയ്സിംഗിൻ്റെ മൃതദേഹം സംസ്കരിച്ചതും. പ്രദേശത്ത് ഡൽഹി പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. കല്യാൺപുരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ऐसा है, मेरा बेटा मर चुका है. जैसा वो मरा है ऐसे इनकी मौत होनी चाहिए. फांसी लगनी चाहिए इनको. जिंदा नहीं चाहिए हमें कुछ नहीं चाहिए. मैं खुद गरीब हूँ. मेरा आदमी मेरे सर पे नहीं है. यही बेटा है कमाने वाला. मैं कहाँ जाऊँगी? इससे भीख मांगूंगी. कौन देगा? अब इससे शादी करिए. इसका बेटा छोटा गोद में 10 दिन का बेटा है. കല്യാൺപുരിയിൽ തുടർച്ചയായി ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നതിലുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. കാരണം ഈ തൊട്ടടുത്ത ദിവസമാണ് അവിടെ അനിൽ എന്ന ശുചീകരണ തൊഴിലാളിയെ ഒരാളെത്തി കത്തികൊണ്ട് കുത്തിക്കൊന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.